നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ചൊവ്വാഴ്ച ദിവസം ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ എക്സ്പയറി. നമ്മളെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടുവെങ്കിലും US മാർക്കറ്റ് ആ ഒരു പോസിറ്റിവിറ്റി, ആ ഒരു ബുള്ളിഷ് ട്രെൻഡ് നിലനിർത്താൻ സാധിച്ചു. US ഡോയും നാസ്ഡാക്കും ഗ്രീനിൽ ക്ലോസ് ചെയ്തു. എന്നാൽ കുറേ ദിവസത്തെ ബൈയിങ്ങിന് ശേഷം ഇന്നലെ FIS ചെറിയ തോതിലാണെങ്കിൽ കൂടിയും സെല്ലിങ്ങിലേക്ക് പോയിട്ടുണ്ട്. വിശദമായിട്ട് മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് ഇപ്പോഴുള്ള ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ കാണാം US ഫിക്സ് 7% ഉയർന്നിരുന്നു. നാസ്ഡാക്ക് ഗ്രീനിൽ ക്ലോസ് ചെയ്തിരുന്നു. ഡോ ഫ്ലാറ്റായി ക്ലോസ് നടത്തി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ എന്നാൽ സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. ഇന്നലെ ഇന്ത്യ വിക്സ് നമുക്കറിയാം 6% ഒരു സ്പൈക്ക് ഉണ്ടായി. ബിറ്റ്കോയിൻ $1264 എത്തി നിൽക്കുന്നുണ്ട്. $42,626. റഷ്യൻ മാർക്കറ്റ് MOEX 1.5% റാലി. FTSE ഗ്രീനിൽ ക്ലോസ് ചെയ്തു. UK മാർക്കറ്റാണ്. എന്നാൽ CSE 40 ഡാക്സും ജർമ്മൻ മാർക്കറ്റും ഫ്രാൻസ് മാർക്കറ്റും ഒരു ചെറിയ തോതിലൊരു ഇടിവ് നടത്തി. പിന്നീടുള്ള ഏഷ്യൻ മാർക്കറ്റ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $227 പെർ ഔൺസ് എന്ന നിലയിലേക്ക് എത്തി നിൽക്കുകയാണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത IT കമ്പനിയായിട്ടുള്ള ഇൻഫോസിസിലും വിപ്രോയിലും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടില്ല. ICICI ബാങ്ക് ഫ്ലാറ്റാണ്. മറ്റുള്ള HDFCയും ടാറ്റാ മോട്ടോഴ്സും ഡോക്ടർ റെഡ്ഡിയും റിലയൻസിലും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടില്ല. വിൻഫോൾ ടാക്സ് കുറച്ചിട്ടുണ്ട്. റിലയൻസ് ഇന്നലെ GDRൽ 1.67% ഒരു റാലി ഉണ്ടാക്കിയിട്ടുണ്ട്. US മേജർ ടെക്നോളജി കമ്പനീസിൽ ടെസ്ലയിലെ സ്ട്രൈക്ക് നടക്കുന്നുണ്ട്. അത് കാരണം ടെസ്ല ഒരു 0.5% ഒരു ഇടിവ് ഉണ്ടായിട്ടുണ്ട്. ഇൻ്റലും ആപ്പിളും ഇടിവ് രേഖപ്പെടുത്തി. എന്നാൽ മറ്റുള്ള നെറ്റ്ഫ്ലിക്സ് ഉൾപ്പെടെയുള്ള ഫേസ്ബുക്ക് പോലെയുള്ള ഗൂഗിൾ, ആമസോൺ തുടങ്ങിയ കമ്പനീസ് 2.5% ശക്തമായ ഒരു റാലി രേഖപ്പെടുത്തി. ഇന്ന് പ്രധാനമായിട്ടും ഗ്ലോബൽ ഈവൻ്റ് ഉള്ളത് US നിന്ന് ബിൽഡിംഗ് പെർമിറ്റ് ഡേറ്റ വരുന്നുണ്ട്. യൂറോസോണിൽ നിന്ന് അവിടുത്തെ CPI ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റിൽ ഇപ്പോൾ കാണുന്നത് ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ആണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഫിൻനിഫ്റ്റിയുടെ ചാർട്ടാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ കാണാം ടോട്ടൽ കോൾ കോൺട്രാക്റ്റ് 3.36, പുട്ട് കോൺട്രാക്റ്റ് 2.27. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സെൻസിബിൾ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സെൻസിബിൾ. വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ സെറോദ ഉപയോഗിക്കുന്ന ആളുകൾക്ക് സെൻസിബിൾ ഫ്രീ ആണ്. സെറോദയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്ന ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ സെൻസിബിൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ PCR 0.8 ആണ്, അതായത് അതീവ ബുള്ളിഷ് അല്ല. കൂടാതെ തന്നെ കോൾ സൈഡിൽ റൈറ്റിംഗ് കൂടുതൽ കാണുന്നുണ്ട്. 3.36, പുട്ടിൽ 2.76 ആണ് ഉള്ളത്. കൂടാതെ 21,450 ആണ് നമ്മളുടെ അറ്റ് ദ മണി. ഡോട്ടഡ് കാണാം, തൊട്ടിപ്ര കാണാം, 21,500 കാണാം. ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിൽ അത് ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ 550, 600, 650, 700 തുടങ്ങിയ ആ ഒരു കോൾ സൈഡിലാണ്, റെഡ് കളറിലാണ് കൂടുതൽ ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതായത് കൂടുതൽ ആളുകൾ കോൾ ഷോർട്ട് ചെയ്യാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചു. നിഫ്റ്റിയുടെ നോക്കാം. നിഫ്റ്റിയുടെ കോൾ ഷോർട്ടാണ് കൂടുതലുള്ളത്. 5.38 CR ആണ്. പുട്ട് 4.9 CR ആണ്. PCR 0.9 ആണ് ഉള്ളൂ. ഒരു PCR എബവ് 1 മുകളിലാണ്. വലിയൊരു ബുള്ളിഷ്നെസ് ആയിട്ട് കാണുന്നത്. ഇവിടെയും നമ്മൾ കാണുമ്പോൾ 21,500 മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കാരണം 21,500 ഹയർ ഒരു കോൾ റൈറ്റിംഗ് കാണുന്നുണ്ട്. പക്ഷേ 21,300 ഒരു ഹയർ പുട്ട് റൈറ്റിംഗ് കാണുന്നുണ്ട്. അപ്പോൾ 21,300, 500 റേഞ്ചിലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. ഇനി നമ്മളുടെ FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകുമ്പോൾ 60% അവരുടെ ഷോർട്ട് പൊസിഷനിൽ നിന്ന് ലോങ് പൊസിഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഷോർട്ട് പൊസിഷൻ 40 കുറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. FIS ക്യാഷ് മാർക്കറ്റിലും ഇൻഡെക്സ് ഫ്യൂച്ചറിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് നടത്തുന്നത്. ക്യാഷ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ FIS ക്യാഷ് മാർക്കറ്റിൽ 33 കോടി രൂപയാണ് ഇന്നലെ സെല്ല് ചെയ്തിട്ടുള്ളത്. DAS 413 കോടി രൂപയുടെ സെല്ല് നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു. നമുക്കിനി സ്റ്റോക്ക് ന്യൂസിലേക്ക് കിടക്കാം. അപ്പോളോ ടയേഴ്സ്, വാർബർഗ് പൈൻകട്ട് എന്ന് പറയുന്ന ഈ ഒരു അപ്പോളോ ടയേഴ്സിൻ്റെ ഒരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് ഏകദേശം ഒരു 3% ഇക്വിറ്റി ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റിലൂടെ സെല്ല് ചെയ്തേക്കാം എന്നുള്ള ന്യൂസ്. സൺഫാർമ ലിൻട്രയുടെ ഏകദേശം ഒരു 17% സ്റ്റേക്ക് അക്യൂർ ചെയ്യാനായിട്ടുള്ള തീരുമാനം. കീനസ് ടെക്നോളജി കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിൽ ഫ്ലോർ പ്രൈസ് തീരുമാനിച്ചിരിക്കുന്നത് നിലവിലുള്ള
സ്പോട്ടിൽ നിന്ന് 6% ഡിസ്കൗണ്ട് പ്രൈസിലാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഓൾ കാർഗോ ലോജിസ്റ്റിക് കമ്പനിയും ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. IDFC ബാങ്കിന് RBIയുടെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. IDFCയിൽ ലയിക്കാനായിട്ടുള്ളൊരു അപ്രൂവൽ കിട്ടി. PNC ഇൻഫ്ര കമ്പനി അവർക്കൊരു ഹൈവേ പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട് 1174 കോടി രൂപയുടെ. കീനസ് ടെക് അവർ ഡിജികോം ഇലക്ട്രോണിക് അക്യൂർ ചെയ്തു. പിരമൽ ഫാർമ സ്കോട്ട്ലൻഡിൽ അവരുടെ പുതിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റി അവർ സ്റ്റാർട്ട് ചെയ്തു. വീനസ് റെമഡി 3 മെഡിസിൻ്റെ മാർക്കറ്റ് അതോറിറ്റിയും ബഹ്റിനിൽ നിന്ന് കിട്ടി. നെസ്ലയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റാണ്. ജനുവരി 24 5-ാം തീയതി ഇവരുടെ റെക്കോർഡ് ഡേറ്റാണ് സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ. കരൂർ വൈശ്യ ബാങ്ക് ജിയോജിത്തായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് ഏർപ്പെട്ടു. മറ്റുള്ള സ്റ്റോക്ക് ന്യൂസുകൾ പരമാവധി ടെലഗ്രാം ചാനൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ടെലഗ്രാം ചാനൽ സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. ടെലഗ്രാമിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കാം, ക്ലിക്ക് ചെയ്യുക, നേരെ ജോയിൻ ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ സ്പാം ഗ്രൂപ്പിലേക്ക് പോയേക്കാം. മറ്റുള്ള ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്, അത് നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ ഉണ്ട്, അത് ചെക്ക് ചെയ്യാം. വൈകിട്ട് 7:00 പോസ്റ്റ് മാർക്കറ്റായിട്ട് എത്താം. താങ്ക് യു, ബൈ ഓൾ.